ഇനി ഈ പറഞ്ഞു കുറെ മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നൊക്കെ. അപ്പൊ ഈ മോക്ക് ടെസ്റ്റിന്റെ സ്കോർ എങ്ങനെയായിരുന്നു ഇമ്പ്രൂവ് ചെയ്തിരുന്നത്? അതായത് ഇങ്ങനെ കൂടി കൂടി കണ്ടിന്യൂസ് ആയിട്ട് കൂടി വരുമായിരുന്നു, അതോ ഇങ്ങനെ ഇങ്ങനെ ഈ ഇത് അറിയില്ല സൈനസോയിഡലായിരുന്നോ? എങ്ങനെയായിരുന്നു എന്റെ സ്കോറിന്റെ പ്രോഗ്രഷൻ? The score was varying. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഐ തിങ്ക് എനിക്ക് 500 സ്കോർ ഉണ്ടായിരുന്നു, എനിക്ക് 600 ഉണ്ടായിരുന്നു. മൈ മാക്സിമം സ്കോർ ഫോർ നീറ്റ് വാസ് 670. 670 വാസ് മൈ മാക്സിമം. 691 മാക്സിമം ഞാൻ സ്കോർ ചെയ്ത 670. ബട്ട് ദാറ്റ് വാസ് ഫോർ ദ ഈസിയസ്റ്റ് എക്സാം, ഈസിയസ്റ്റ് മോക്ക് ടെസ്റ്റ് എവർ. എവറി വൺ സ്കോർ 720 ദാറ്റ് ഡേ, 716. അന്നേരം എനിക്ക് നല്ല ഈസി സാധനം, ഈസിയാണ്, മാർക്ക് ചെയ്തു പോകും. പിന്നീട് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഓക്കെ ദിസ് യുനോ അങ്ങനെ കുറേ സില്ലി മിസ്റ്റേക്സ് ചെയ്തു. ഈസിയസ്റ്റ് എക്സാമിന് എനിക്ക് 670 കിട്ടിയത്. പിന്നെ ഐ തിങ്ക് ദ മിനിമം ഐ ഗോട്ട് വാസ് 560, അതിൽ കുറവുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ മെയിന് ഞാൻ പറയാ, ആദ്യം വീക്ക്ലി ആയിരുന്നു, സ്മോൾ പോർഷൻ ആയിരുന്നു. അന്നേരം നമുക്ക് പഠിക്കാൻ ടൈം ഉണ്ടാവും. അപ്പൊ അതിലിങ്ങനെ വേരിയേഷൻ ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി എൻ്റെ മാർക്ക് വാസ് 600 മോസ്റ്റ്ലി. പിന്നെ ഇറ്റ് യൂസ് ടു കം ഡൗൺ, ഇറ്റ് യൂസ് ടു ഫോൾ. പിന്നെ ബ്രില്യൻ്റ്ലി തേവര സെന്ററിൽ ദേവർ ലെസ് പീപ്പിൾ ദാൻ പാല. അപ്പൊ നമുക്ക് എല്ലാ രാത്രിയും ഒരു റിസൾട്ട് സെഷൻ പോലെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ടൈം they'll send us a link and they announce a result, first, second, third വന്ന്. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തിയാന്ന് they said my name and the photo. I think I got some third best, I'm not sure. That was the first time they're seeing, okay, this girl performed the first day and she got this much marks. And they were like, okay, where are you from? So there I was like, damn, my name came in that list, like, I can get mark. And then my parents got that first hope that okay, she'll get a medical college maybe this year. So then അങ്ങനെ ഉണ്ടായിരുന്നു. ചില ദിവസം no, I won't get it, people get more mark. Then some days they'll be like, okay, Siona, you got the mark. So then I felt like കുറെ ദിവസം I came, some days I didn't. പിന്നെ അങ്ങനെ fall ഉണ്ടായിരുന്നു. Slowly they started making the frequencies more. ഒരു വീക്കില് 2, 3, 4 ഫൈനലി ഫുൾ പോർഷൻ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ ഐ ഫീൽ ഇറ്റ് വാസ് ലൈക്ക് ട്യൂസ്ഡേ, സാറ്റർഡേ, ഇറ്റ് ലൈക്ക് twice or thrice in a week. Twice. Last they made it every day. Alternate days, every day ആക്കി. ഫുൾ സിലബസ് തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ബട്ട് മാർക്ക് എല്ലാവരുടെയും കുറവായിരുന്നു ഫസ്റ്റ്. പക്ഷെ കുറവ് മാർക്കിൽ പേര് വന്നിരുന്നെന്ന് തോന്നുന്നു. പിന്നെ എവറി ഡേ ആയി. സോ എവറി ഡേ അങ്ങനെ പോയി, എല്ലാ ദിവസവും ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അന്നേരമാണ് കോവിഡ് വന്ന. ഫുള്ള് ടെസ്റ്റ് ചെയ്താൻ തുടങ്ങിയപ്പോഴാണ് കോവിഡ് വന്ന. പിന്നെ ഓക്കെ ആയി. പിന്നെ അങ്ങനെ ഇതുമായിരുന്നു എല്ലാ ദിവസം. അതിൽ ഒരു സാധനം ഞാൻ നോട്ട് ചെയ്തത്, some people text me on Instagram saying ഇത് തന്നെ അഡ്വൈസിന്. So they say that we have exams every day, so I can't finish the syllabus every day. So what I tell them is that don't finish the syllabus every day. You don't have to. Your aim is NEET, not the mock tests. I know mock testil friends തമ്മിലൊക്കെ കമ്പാരിസൺ ഉണ്ടാവും, എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടി എക്സെട്ര, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇറ്റ്സ് നോട്ട് ഗോണ ഹെൽപ്പ്. എൻ്റെ മോക്ക് ടെസ്റ്റ് മാർക്കും വെച്ച് എനിക്കൊന്നും നേടാനില്ല. ബട്ട് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ്, ഇപ്പോൾ യു ഹാവ് എ മോക്ക് ടെസ്റ്റ് ടുമോറോ, ഫുൾ സിലബസ്, study 3 chapters and go. Your mark is going to be less, that's okay. അടുത്ത മോക്ക് ടെസ്റ്റ് വരുമ്പോൾ 3 more chapters, your mark is going to increase. അങ്ങനെ when you reach NEET or even 2 weeks before NEET, you'll finish the entire syllabus. And then mock test, you'll have that confidence. But yeah, first few days you'll have to deal with that mark korvai. But you know that it is supposed to be like that. Instead of studying, okay, നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഫുൾ സിലബസ് പഠിക്കണം, എല്ലാ ചാപ്റ്ററിനും ഈ ഫോർമുല നോക്കിയിട്ട് പോവാ, അടുത്ത മോക്ക് ടെസ്റ്റിന് പിന്നെയും ഈ ഫോർമുല നോക്കിയിട്ട് പോകണം. There's no point. എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ 3 ചാപ്റ്റേഴ്സ് അങ്ങനെ എല്ലാ ചാപ്റ്ററും നല്ല ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ നീറ്റിന്റെ ഒരു 2 വീക്സ് മുന്നേ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ എന്തായിട്ടുണ്ടാവും നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കി. എനിക്ക് ഓർമ്മയുണ്ട്, ഐ സ്റ്റോപ്ഡ് സ്റ്റഡിങ് ഫോർ ബയോ ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ മോക്ക് ടെസ്റ്റ്, ബിക്കോസ് ഐ ന്യൂ ബയോ ലാസ്റ്റ് മൂമെന്റ്. ബയോ ഞാൻ പഠിച്ചിട്ടുണ്ട്, ബട്ട് ബയോ നമ്മൾ എത്ര പഠിച്ചാലും പ്രീവിയസ് ഡേ വായിച്ചില്ലെങ്കിൽ യു കാൺട്ട്. പിന്നെ എനിക്കറിഞ്ഞ പ്രീവിയസ് ഡേ എനിക്ക് നീറ്റിന് മുമ്പും വായിക്കാം, അപ്പൊ എല്ലാ ദിവസവും ബയോ വായിച്ചിട്ട് കാര്യമില്ല.
അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും നോക്കാൻ തുടങ്ങി. ബയോ ഞാൻ ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ് ഫോർ സം ഡേയ്സ്. അപ്പം ബയോയിൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ അറിയില്ല, ബട്ട് ഐ നോ ഏത് പേജിൽ എവിടെയാണ്. ഐ നോ ദാറ്റ് ഒരു പ്രാവശ്യം വായിച്ച് എനിക്ക് ആൻസർ കിട്ടും. അപ്പം ഞാൻ അതനുസരിച്ച് ആ കോൺഫിഡൻസിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു. പക്ഷെ എനിക്കറിയാം ഈ ആൻസർ ഒരു പ്രാവശ്യം വായിച്ച് എനിക്കറിയാമെന്ന്. അങ്ങനെ വിട്ടു. പിന്നെ എൻഡിലായപ്പോൾ അഗൈൻ ബയോ. പ്രീവിയസ് ഡേ ഓഫ് നീറ്റ് എന്ത് പഠിച്ചാലും ലൈക്ക് ഫോർമുല, ബയോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബയോ ലാസ്റ്റ് ഡേ വായിച്ചില്ലെങ്കിൽ നിൽക്കൂല, എത്ര ടൈം വായിച്ചാലും. അങ്ങനെ സ്റ്റോറി പറഞ്ഞ് നമ്മൾ നീറ്റിന്റെ ലാസ്റ്റ് ഡേ വരെ എത്തി. ഇനി ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ നീറ്റിന്റെ അന്ന് എങ്ങനെയായിരുന്നു എൻ്റെ പാരൻസിന്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു, എൻ്റെ കോൺഫിഡൻസ് ലെവലും എൻ്റെ മെന്റൽ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു നീറ്റിന്റെ ഡേന്റെ അന്ന്? പ്രീവിയസ് ഡേ ബിഫോർ നീറ്റ് ഐ കുഡന്റ് സ്ലീപ്പ്. എന്താന്ന് വെച്ചാൽ ഞാനെല്ലാം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഒരു 10:30, ഒരു മാക്സിമം ഒരു 12-11 ആകുമ്പോൾ പോർഷനൊക്കെ തീരും, കിടന്നുറങ്ങും. അടുത്ത ദിവസം നടന്നില്ല, പോർഷൻ തീർന്നില്ല. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു റിവിഷൻ ചെയ്യണ്ടേ. ഐ കുഡന്റ് കംപ്ലീറ്റ് ഇറ്റ്. പി ബ്ലോക്കും വെച്ച് ഞാൻ ഇരിക്കണേന്ന് ഐ കുഡന്റ് ഫിനിഷ് ഇറ്റ്. എങ്ങനെയോ തീർത്ത്. ഇറ്റ് വാസ് 1:30 ഓൾറെഡി. ഐ വാസ് ലൈക്ക് ഓക്കെ, രാവിലെ എണീറ്റ് ഫോർമുല റിവൈസ് ചെയ്യണം. അങ്ങനെ ഞാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഞാൻ ഒരു 4 AM വരെ കിടന്നിട്ട് എനിക്കാണെങ്കിൽ ഉറക്കം വന്നില്ല, പേടിയാണ്. പിന്നെ എനിക്ക് എൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഐ നോ ഇറ്റ് ഇസ് നെസസറി ടു സ്ലീപ്പ് ബിഫോർ എൻ എക്സാം. പിന്നെ അതിന്റെ സ്ട്രെസ്സായി, ഞാൻ ഉറങ്ങിയില്ല, ഐ കാൺട്ട് പെർഫോം. ഉറക്കം വരുമ്പോ ഇറ്റ്സ് ലൈക്ക് ഉറക്കം വരും, നീറ്റ് എനിക്കും അൻറ്റു. പിന്നെ ഇറ്റ്സ് ലൈക്ക് ഐ ഡിഡ്ന്റ് സ്ലീപ്പ് ഇനഫ്, ഐ കാൺട്ട് റൈറ്റ് ഇറ്റ്. അങ്ങനെ എൻസൈറ്റി വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഫൈനലി എണീറ്റ് നടന്ന് ചെയ്ത് ഫൈനലി എങ്ങനെ ഒരു 4:30 ആയപ്പോ ഞാൻ കിടന്നു. എണീറ്റപ്പോ 7-8 ഐ തിങ്ക് സോ. ഈ അങ്ങനെ 1 hour ഞാൻ എല്ലാം നോക്കി. പിന്നെ അമ്മ ഫുഡ് തന്ന്, പിന്നെ ചേട്ടൻ കാനഡയിലാണ്, വീഡിയോ കോൾ ചെയ്ത്. പിന്നെ ഞാൻ കരയാൻ തുടങ്ങി. ലൈക്ക് പറ്റൂല എന്ത്. പിന്നെ അമ്മനില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല. അങ്ങനെ എങ്ങനെയോ ഡിപ്രസ്ഡ് ആയിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന്. അത് പിന്നെ എക്സാം ആകുമ്പോ അങ്ങനെയാണല്ലോ. സോ അങ്ങനെയാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ സ്ലെപ്റ്റ് വെൽ, ഗോട്ട് അപ്പ് ഹാപ്പിലി വെന്റ്. കുറെ സ്ട്രെസ് വെച്ച് പോയി. എൻ്റെ സെന്റർ ഇറ്റ് വാസ് ഐ തിങ്ക് 1-2 hours മിനിമം. അവിടെ പോയി വെയിറ്റ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത്. പിന്നെ അതിന്റെ മുമ്പ് ഐ ടോൾഡ് മൈ മോം, what if I don't get it? It's like, it's okay, there are more things to do, this is nothing, it's totally fine. സെയിം ഇന്റെ ഞാൻ നീറ്റ് എക്സാമിന്റെ ഡേ ഞാനൊരു ഉമ്മാനോട് ഇങ്ങനെ പറയുന്നു, കുറെ ഓപ്ഷൻസ് ഉണ്ട് ഒരു വീടും ഇതേപോലെ. ചിലവര് they work in stress, but then I want that, okay, I'm going to do something good, even if I don't get it, it's fine. അങ്ങനെ ഒരു സമാധാനം വേണം. സോ I was like fine, എന്തായാലും ഇവിടെ വരെ എത്തി, ഇത് കൊടുത്തിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് കയറി. അങ്ങനെയാണ് ഡേ ഫോർ അബൌട്ട് നീറ്റ്. അങ്ങനെ നീറ്റ് എക്സാം സെന്ററിൽ കയറി, നീറ്റ് പേപ്പർ കിട്ടി. നീറ്റ് പേപ്പർ കയ്യിൽ കിട്ടിയ ശേഷം എന്തായിരുന്നു അതിന്റെ റിയാക്ഷൻ? ഓക്കെ, സോ നീറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് ഐ വാസ് വെരി ഡിമോട്ടിവേറ്റഡ് ബിക്കോസ് മൈ ഹോപ്പ് വാസ് ബയോ. According to me, I'm like, okay, NEET students generally they like bio and they hate physics. അപ്പോൾ എൻ്റെ ഹോപ്പ് എന്ന് പറഞ്ഞാൽ ബയോക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് കെമിസ്ട്രിയിൽ ഓക്കെ മാർക്ക് കിട്ടിയിട്ട് ഫിസിക്സിൽ ബോർഡർ ലൈനിൽ ഒപ്പിക്കണമായിരുന്നു എൻ്റെ ഹോപ്പ്. ബെയർ മിനിമം ആയിരുന്നു. അങ്ങനെ അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ ബയോ, ബട്ട് ബയോ വാസ് ടഫ്. ദ ഇയർ ഐ റോട്ട് ഇറ്റ്, ഇറ്റ് വാസ് മോസ്റ്റ്ലി കുറേ ഡിസ്ക്രിപ്റ്റീവ് ഓപ്ഷൻസ് ടൈപ്പ് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സെക്കൻഡ് നോക്കി, തേർഡ് നോക്കി, ഐ കുഡന്റ് ഗെറ്റ് ഇറ്റ്. പിന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ടൈം ഇസ് ഗോൺ ആൻഡ് ദിസ് വാസ് ദ എൻഡ് ഓഫ് ദ നീറ്റ് കരിയർ ഫുൾ. പക്ഷെ പിന്നെ ഐ വാസ് ലൈക്ക് എന്തായാലും കയറി, ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വരെ എത്തി, പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങാന്ന്. എന്നിട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ. എന്നിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ചില ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, ഐ കുഡ് അറ്റംപ്റ്റ്. അപ്പോൾ അറിയണത് അറ്റംപ്റ്റ് ചെയ്ത് ബാക്കി വിട്ട് അങ്ങനെ പോയി. കെമിസ്ട്രി എത്തിയപ്പോൾ ക്വസ്റ്റ്യൻസ് വർ ഫൈൻ. കെമിസ്ട്രി എങ്ങനെയോ ചെയ്ത് കോൺഫിഡൻസ് ഇത്തിരി ഇൻക്രീസ് ചെയ്ത്, ബോർഡർ ലൈനിൽ എങ്ങനെയോ എത്തിക്കാം, ഒരു 590 വരെ എങ്ങനെയോ എത്തിക്കാന്ന് ഓർത്ത് പോയി. ഫിസിക്സ് കണ്ടപ്പോൾ കോൺഫിഡൻസ് തിരിച്ചു വന്നു. ഫിസിക്സ് വാസ് മൈ എനിമി, ബട്ട് ഫിസിക്സ് വാസ് ഈസി. ഫിസിക്സ് കണ്ടപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഞാൻ ഇതുവരെ മറക്കൂല. അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫിസിക്സ് ചെയ്ത് എൻ്റെ ഒരു ലൈക്ക് സമാധാനം. ഉറപ്പായിരുന്നു സീറ്റ് കിട്ടുമെന്ന്. ഞാൻ സീറ്റ് കിട്ടും.
പിന്നെ എൻ്റെ സ്ട്രെസ് പോയപ്പോൾ ബയോയിലെ ക്വസ്റ്റ്യൻസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ആൻസർ. ദാറ്റ്സ് വാട്ട് കാം ആയപ്പോൾ ഐ ഗോട്ട് ദ ആൻസർ. പിന്നെ ഒരുമാതിരി എന്തായി ഗ്രീഡായി, ഇനിയും ബെറ്റർ കിട്ടും. ആദ്യം വേറെ മിനിമം കിട്ടിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ ഐ വാസ് ലൈക്ക് I'll get a seat. If the OMR sheet is marked correctly, I'll get a seat. പിന്നെ ഓർത്ത് കുറച്ചും കൂടെ ട്രൈ ചെയ്ത് ബെറ്റർ സീറ്റ് കിട്ടും ഓർത്ത് അങ്ങനെ ട്രൈ ചെയ്ത് ഫൈനലി ഓൾ ഇന്ത്യ വരെ എത്തി. ഐ റോട്ട് നീറ്റ്. എയിംസും അങ്ങനെ ഞാൻ ഓർത്തില്ല, അത് അങ്ങനെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഐ വാസ് ഫൈൻ, ഐ വാസ് ഹാപ്പി. ഐ തിങ്ക് കുറച്ച് ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ മറന്നുപോയി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഗിൽറ്റ് ഉണ്ടായിരുന്നു എൻ്റെ. ബട്ട് ഐ വാസ് സാറ്റിസ്ഫൈഡ്, കാരണം ഒരു സീറ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചത് OMR കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നീറ്റ് എക്സാം ഒക്കെ എഴുതി. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞല്ലോ, എഴുതി കഴിഞ്ഞിട്ട് ആ സെന്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. എന്റെ ഫീലിംഗ് എങ്ങനെയായിരുന്നു? അതേപോലെ തന്നെ പാരന്റ്സിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ? നീറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ എനിക്കറിയായിരുന്നു ഇഫ് എവറിത്തിങ് ഗോസ് വെൽ എനിക്കൊരു സീറ്റ് കിട്ടുമെന്ന്. പക്ഷെ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ എക്സാക്ട്ലി പറഞ്ഞില്ലായിരുന്നു പേപ്പർ എങ്ങനെയാണെന്ന്. കാരണം എൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ട്, എക്സാം കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കൂല, ഞാൻ ആൻസർ ശരിയാണോ തെറ്റാണോ നോക്കൂല. ഇറ്റ്സ് ലൈക്ക് യുനോ പാസ്റ്റ് ഇസ് ഇൻ ദ പാസ്റ്റ്. പിന്നെ എനിക്ക് ബിഫോർ ടൈം പ്രിഡിക്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. സോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ് വേറെ വല്ലതും ആയാല്. സോ ജനറലി ബിഫോർ ദ റിസൾട്ട് കം ഐ നെവർ ടെൽ എനിവൺ എനിത്തിങ്. അപ്പോൾ പേരൻസ് ചോദിച്ചപ്പോൾ I was not sad, that itself was fine with them. ഞാൻ ചോദിച്ചു ലീവ് കിട്ടുമ്പോൾ I didn't tell them exactly how good or bad it was, but they knew it was fine because I was okay. That was the reaction after NEET. അങ്ങനെ ഈ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എങ്ങനെയായിരുന്നു എൻ്റെ ഡേയ്സ് ഒക്കെ? എന്താണ് ചെയ്തിരുന്നത്? കോളേജിൽ ഫോക്കസ് ചെയ്തോ? പിന്നെ കോളേജിലത്തെ എക്സാംസ് വരുന്നുണ്ട്, അപ്പൊ അതിന് ഭയങ്കര ഫോക്കസ് ചെയ്തോ? അതോ പിന്നെ അങ്ങനെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കിട്ടുമോ, പിന്നെ കോളേജൊന്നും വേണ്ട അങ്ങനെ ചില്ലടിക്കുക എന്നാണോ? എന്തായിരുന്നു എൻ്റെ മൈൻഡിൽ? കോളേജിൽ എനിക്ക് ഞാൻ തിരിച്ച് കോളേജ് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്തു. ഐ യൂസ് ടു ഗോ ഡെയിലി, കാരണം ഐ ലൈക്ട് മൈ കോളേജ്, ഐ ലൈക്ക് ദ പീപ്പിൾ ദർ, ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. സോ ഐ ലൈക്ട് ഗോയിങ് ടു കോളേജ്, ഐ ലൈക്ക് സ്പെൻഡിങ് ടൈം വിത്ത് ദം. സോ ഐ യൂസ് ടു ഗോ. ദാറ്റ് ടൈം ഒരു നോർമൽ കോളേജ് ലൈഫ് പോലെ ആവാൻ തുടങ്ങി. ഐ യൂസ് ടു ഗോ ടു കോളേജ്. എക്സാംസ് ഉണ്ടായിരുന്നു എനിക്ക്, പ്രാക്ടിക്കൽ എക്സാംസ്, അപ്പം അതിന് പോവായിരുന്നു. ആ ഇടയ്ക്ക് എന്തോണം ഐ ടോൾഡ് മൈ ടീച്ചേഴ്സ് ദാറ്റ് the reason that I might not put that much effort is because I have this on the side. This is why I don't come to classes. എല്ലാം ഒരു കൺഫെഷൻ പോലെ. ഞാൻ കുറെ ഒരു മാമ്, ഒരു sir, he was still scared. He didn't know if I was overconfident about the results, because before time I was like, sir, I'll get a seat. So he was scared for me. Then other teachers were like, oh, it's nice, സപ്പോർട്ടായിരുന്നു. റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു ബൈ ദറ്റ് ടൈം, എല്ലാം കഴിഞ്ഞ്. സോ ഇറ്റ് വാസ് ഫൈൻ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ അന്നേരം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. And they also accepted it, because she was wondering why I'm not coming to class. They were worried like I'm messing around with my future. So I told her this was the reason I wanted to do this and that. അങ്ങനെ പിന്നെ ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. നീറ്റ് റിസൾട്ട് എന്നായിരുന്നു? നീറ്റ് റിസൾട്ട് വന്നത് സെപ്റ്റംബറിൽ നീറ്റ് റിസൾട്ട് വന്ന അന്ന് എന്തായിരുന്നു റിയാക്ഷൻ? അതായത് പാരന്റ്സിന്റെ റിയാക്ഷൻ, എൻ്റെ റിയാക്ഷൻ, പിന്നെ കോളേജിലത്തെ റിയാക്ഷൻ. കാരണം ഈ കോളേജ് വിട്ട് വരികയാണല്ലോ. അപ്പൊ എന്തായിരുന്നു അവരുടെയൊക്കെ നീറ്റ് റിസൾട്ടിന്റെ അന്നുള്ള റിയാക്ഷൻ? നീറ്റ് റിസൾട്ട് വന്നത് ഇറ്റ് വാസ് എന്തോ ഒരു 12 മണിക്ക് രാത്രി എന്തോ ആയിരുന്നു. ഇറ്റ് വാസ് വെരി ലേറ്റ്. അപ്പൊ അമ്മക്ക് കിടന്ന്, എന്നിട്ട് ഞാൻ അപ്പോഴത്തേക്കും വെയിറ്റിനായിരുന്നു. കുറെ ടൈം എടുക്കണമായിരുന്നു. ഒരു 1 വീക്ക് ഗ്യാപ്പ് എന്തോ ഉണ്ടായിരുന്നു. ദിൽ കം ദെൻ 1 വീക്ക് കഴിഞ്ഞിട്ട് എന്തോ. അപ്പൊ ഞാൻ ഈ ഗൂഗിൾ ചെയ്തോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ ഋഷികേഷിന്റെ പേരുണ്ട്. ലൈക്ക് നീറ്റ് റിസൾട്ട് വന്ന് എനിക്കറിയായിരുന്നു 3 ടോപ്പേഴ്സ് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ വേണം ടോൾ മൈ മോം ദ റിസൾട്ട് കേസ് ലൈക്ക് നാളെ നോക്കാം. ഇല്ലില്ല, സമാധാനം കിട്ടൂല. പിന്നെ നോക്കണായിരുന്നു നീറ്റ് റിസൾട്ട്. ആക്ച്വലി അതിന്റെ മുമ്പ് തന്നെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ബ്രില്യൻസ്. അപ്പൊ സ്കോറ് കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഒരു 680-90 കൊടുത്തിരുന്നു. അപ്പൊ എയിംസിൽ കിട്ടുമോ ജിപ്മർ കിട്ടുമോന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കിട്ടുമ്പോ കുറച്ചും കൂടെ വേണോന്ന് തോന്നും.
ആദ്യം ഞാൻ ഓർത്ത് കേരളയിൽ ഒരു നല്ല കോളേജ് കിട്ടുമെന്ന്. പിന്നെ എയിംസും ജിപ്മറും വന്നപ്പോൾ വി ഹാഡ് എ ഡൗട്ട് ഇഫ് യു ഷുഡ് ജോയിൻ എയിംസ് ഓർ ജിപ്മർ ഡ്യൂ ടു മെനി റീസൺസ്. ഫൈനലി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഹാഡ് 691, ഓൾ ഇന്ത്യ റാങ്ക് വാസ് 228 or 9. പിന്നെ അപ്പൊ തന്നെ സാറിന്റെ കോൾ വന്നു ബ്രില്യൻസിന്ന്, ആൻഡ് ഹി വാസ് ലൈക്ക് റിസൾട്ട് കണ്ട, ലൈക്ക് നോ നോട്ട് യെറ്റ്, കണ്ടില്ലായിരുന്നു, ഇത് ജസ്റ്റ് ഇറ്റ് വാസ് ലോഡിങ്. അവൻ ഇല്ല കണ്ടില്ല. പിന്നെ സാർ തന്നെ എടുത്ത് നോക്ക്, പിന്നെ നോക്കിയപ്പോ കണ്ട് റിസൾട്ട്, ആൻഡ് ഹി വാസ് ലൈക്ക് കൺഗ്രാറ്റ്സ്, ആൻഡ് then we were like okay it's good. പിന്നെ ഡൗട്ടായിരുന്നു എയിംസ് ജിപ്മർ, പിന്നെ നമ്മ ഡൗട്ട് ഉണ്ടായിരുന്നു എയിംസിൽ കിട്ടുമെന്ന്. പിന്നെ എനിക്ക് ഒരു ഗിൽറ്റ് ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ലൈക്ക് ഐ ഫോർഗോട്ട് ടു അറ്റംപ്റ്റ് ഇറ്റ്, എയിംസിൽ കിട്ടുമായിരുന്നു. ബയോയിലായിരുന്നു. അപ്പൊ എനിക്കൊരു ഗിൽറ്റ് ഉണ്ടായിരുന്നു. ഒരു പക്ഷെ എനിക്ക് മാർക്ക് കുറവ് കിട്ടി, ഞാൻ എന്റെ ബെസ്റ്റ് കൊടുത്ത് മാർക്ക് കുറവ് കിട്ടി, എനിക്ക് എയിംസിൽ കിട്ടിയില്ല, ദാറ്റ് വാസ് ഫൈൻ. പക്ഷെ എനിക്ക് ഒരു ഗിൽറ്റ് എന്താന്ന് വെച്ചാൽ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്ത് എയിംസിൽ കിട്ടായിരുന്നു, പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ കളഞ്ഞ കാരണം മാത്രം എയിംസിൽ കിട്ടൂലെന്നൊരു ഗിൽറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഐ മേഡ് അപ്പ് മൈ മൈൻഡ്, ജിപ്മറിൽ തന്നെ ഐ മേഡ് അപ്പ് മൈ മൈൻഡ്, ഓക്കെ ക്ലോസ് ടു ഹോം ഒക്കെ. പിന്നെ അന്നേരമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞത് ഐ റോട്ട് നീറ്റ്, ഐ ഗോട്ട് ദ റിസൾട്ട്സ് ഔട്ട്, ആൻഡ് ദെൻ ദേ വർ ഷോക്ക്ഡ് ബിക്കോസ് ഓൾ ഓഫ് എ സഡൻ ലൈക്ക് ഐ സെഡ് നോ വൺ ന്യൂ. പിന്നെ അങ്ങനെ സ്ലോലി ആൾക്കാർ അറിയാൻ തുടങ്ങി. പിന്നെ ബ്രില്യന്റിന് കുറെ പബ്ലിസിറ്റി കിട്ടി, അപ്പൊ പിന്നെ എല്ലാരും അറിഞ്ഞ്, പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇന്റർവ്യൂ എടുക്കാൻ വരും വീട്ടിലേക്ക്, പിന്നെ ആ ഒരു ഹൈ ഫേസ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നിട്ട് അതിന്റെ കൂടെ നീറ്റ് കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്യണം, കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ചേരണം. അപ്പൊ കുറെ ഫോർമാലിറ്റീസും ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്തൊക്കെയായിരുന്നു ഫോർമാലിറ്റീസ്, പിന്നെ എന്തൊക്കെയായിരുന്നു ആ ടൈമിൽ ഈ ഫേസ് ചെയ്ത ഇഷ്യൂസും. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, കോളേജിലത്തെ ആളുകളുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞില്ല, അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം. കോളേജിൽ ദേ വർ വെരി ഹാപ്പി. ഒരു ടീച്ചേഴ്സിന്റെ ഒരു ഇവന്റ് എന്തോ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ റിസൾട്ട് വന്ന, അപ്പൊ ടീച്ചേഴ്സിന്റെ ഇവന്റ് ഉണ്ടായിരുന്നു. സോ ദേ ഹെൽഡ് some event for me to give me a prize for getting in NEET. Like there was an event for that, and then it was a surprise for me. So on the college and I was like I'm going home, but there was like illella event in nikkanam na surprise aയിട്ട് എന്നെ പറഞ്ഞ്, they just few teachers spoke about it, then they gave me a prize. ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു മഹാരാജാസ്, ഇത് more than I could expect. Like I said, Maharajas was like a family. And then ഈ ലീഗലി ഫോർമാലിറ്റീസിന് പറയുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അവിടെ ആയിരുന്നു കോളേജിൽ 10th and 12th, വിച്ച് വാസ് നെസസറി ആഫ്റ്റർ ദ റിസൾട്ട്. അപ്പം വി തോട്ട് ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട്. പക്ഷെ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കോളേജിൻ്റെ അടുത്ത് സംസാരിച്ച്, പിന്നെ ലൈക്ക് ഐ സെഡ് കോളേജിലെ പ്രിൻസിപ്പൽ ലൈക്ക് ദേ വർ വെരി പ്രൗഡ് ഓഫ് മീ. So he itself signed and gave that, and when he was in support of me, then വേറെ ആർക്കും നിൽക്കാൻ പറ്റില്ല അതിൻ്റെ അത്ര. So then they were more supportive, so they gave all the documents ഒഫീഷ്യലായിട്ട് എടുത്ത് ഈ ട്രാൻസ്ഫർ ഒക്കെ. പിന്നെ ഐ വാസ് കൺസിഡറിങ്, കുറച്ച് പേര് സജസ്റ്റ് ചെയ്ത് എന്തായാലും കോഴ്സ് തുടങ്ങിയില്ല, രണ്ടും കൂടെ തീർക്കാൻ പറ്റില്ല. പിന്നെ കുറെ പേര് പറഞ്ഞു ഇറ്റ് വോണ്ട് മാറ്റർ, ലൈക്ക് മെഡിസിൻ ചെയ്യുമ്പോൾ ദെൻ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ് കോഴ്സ്, രണ്ടും കൂടെ ചെയ്യാൻ പറ്റില്ല. സെയിം സ്റ്റേറ്റിലായിരുന്നെങ്കിൽ മേ ബി, ബട്ട് ഈ ഓൾ ഇന്ത്യ കോളേജിൽ പോകുമ്പോൾ ഇറ്റ് വോണ്ട് മേക്ക് സെൻസ്. പിന്നെ അങ്ങനെ കംപ്ലീറ്റ്ലി ആയിട്ട് ഐ ടു ട്രാൻസ്ഫർ, ലൈക്ക് ഐ വാസ് ഔട്ട് ഓഫ് മഹാരാജാസ്. പിന്നെ നീറ്റിന്റെ അഡ്മിഷൻ തുടങ്ങിയപ്പോൾ വി കെയിം വെരി ഏർലി. നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എയിംസിൽ വലിയ ഇഷ്യൂ ഉണ്ടാവുമെന്ന്, ബട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, പെട്ടെന്നെല്ലാം കിട്ടി. ഇനി എനിക്ക് ഡി എമ്മും കമന്റിലൊക്കെ വന്നിരുന്ന അടുത്ത ഏറ്റവും അത് കഴിഞ്ഞിട്ടുള്ള കോമൺ ആയിട്ട് വന്ന ചോദ്യമാണ്, ഈ ടൈമില് ഈ പ്രിപ്പറേഷൻ ടൈമില് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അവന്, കാരണം രണ്ടും മാനേജ് ചെയ്തുകൊണ്ടാണ്. അങ്ങനത്തെ ഡിമോട്ടിവേറ്റ് ആയി നിൽക്കുന്ന ടൈമില് എങ്ങനെയായിരുന്നു ഈ കോപ്പ് ചെയ്തിട്ട് അതിന് വന്നിരുന്നത്? എൻ്റെ മോസ്റ്റ് ഡിമോട്ടിവേഷൻ വാസ് ദാറ്റ് it is a risk for everyone who is thinking about doing two things at the same time. You will have problems in the way. ഇപ്പൊ ലൈക്ക് ഐ സെഡ് കുറച്ച് പേര് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എന്ത് ചെയ്യും ഡിഗ്രിയിൽ, ഇത് പറ്റൂലേ അത് പറ്റൂലേ. പിന്നെ I don't think it can be worse than having two exams at the same time. I don't think there will be any other issue. അപ്പം ഇങ്ങനെ വല്ല പ്രോബ്ലം വരുമ്പോൾ I know the answer, I know how it is. ചില കോളേജസിൽ ഭയങ്കരമായിട്ട് അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആ, അത് എക്സ്ട്രാ ഡിഫിക്കൽട്ട് ആയിരിക്കും.
എൻ്റെ കേസിൽ അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷെ കുറച്ച് ലീനിയൻറ്റും ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് സപ്പോർട്ടും ഉണ്ടായിരുന്നു, അറ്റ് ദ സെയിം ടൈം ഡിമോട്ടിവേഷനും ഉണ്ടായിരുന്നു. ബിക്കോസ് യുനോ ആസ് എ പാരന്റ് ഓൾസോ ഞാൻ റിസ്ക് ചെയ്യണത്, ഞാൻ എന്ത് ലൈക്ക് യുനോ വല്ല ബാക്കപ്പ് ഇല്ലാതെ, മഹാരാജാസ് ആണ് ബാക്കപ്പ്, പക്ഷെ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വന്ന് അത് ഹൗ കെൻ യു ഡു ടു തിങ്സ് അറ്റ് ദ സെയിം ടൈം വാസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ബട്ട് ദെൻ അന്നേരം ഐ ഡിഡ് നോട്ട് തിങ്ക് അബൌട്ട് ദ ഓൾട്ടർനേറ്റീവ്. ലൈക്ക് ഐ വാസ് ഡെസ്പറേറ്റ് ഫോർ എ സീറ്റ്, ഐ വാസ് ഡെസ്പറേറ്റ് ഫോർ എ മെഡിക്കൽ സീറ്റ്. അന്നേരം ആകേണ്ട ഓപ്ഷൻ ടൈമില്ലായിരുന്നു പറയാനായിട്ട്. പിന്നെ ഐ ന്യൂ, പിന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രീവിയസ് മാർക്ക്, വെന്നെവർ ഐ വാസ് ഫീൽ ഡിമോട്ടിവേറ്റഡ്, ഐ യൂസ് ടു തിങ്ക് അബൌട്ട് ദ പ്രീവിയസ് ടൈംസ്. ഓക്കെ, ബോർഡർ ലൈൻ വരെ എത്തിയിരുന്നു, പിന്നെ കിട്ടിയില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കും, യുനോ ഇഫ് ഐ ഗിവ് ദിസ് അപ്പ്, വുഡ് ഐ ബി ഹാപ്പി ഡൂയിങ് സംതിങ് എൽസ്? ദെൻ ഐ ഡിഡ്ന്റ് ഫീൽ സോ. ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഓൾട്ടർനേറ്റ്. ഞാൻ കുറെ ഓർത്തു, ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ എന്ത് ചെയ്യും. ഞാൻ ഓർത്തു ഒക്കെ ടീച്ചിങ്ങിൽ പോവും, ഓക്കെ റീസെർച്ച് നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ ഓർത്ത് എബ്രോഡ് പോകുമ്പോഴത്തേന് ഐ ഡു എ ഡിഫറെൻറ്റ് കോഴ്സ്. അങ്ങനെ കുറെ ഓൾട്ടർനേറ്റീവ്സ് ഐ തോട്ട് വാട്ട് വിൽ ഹാപ്പൻ. It's not like NEET is the end of everything. At that point, I tried. If I didn't get it also, I would have, of course, I would have been very sad and stuff. But again, it's not the end. I would have gone for something else. I'm saying that because, a lot of people, you know, how people get depressed because they don't get a medical or an engineering seat. But that's, no, it's not the end, clearly. എനിക്ക് ഇപ്പൊ കിട്ടിയില്ലായിരുന്നെങ്കിൽ again I would have gone for something else. I would have put some other interest in front of me. We all have interests. Again എനിക്ക് അങ്ങനെ പ്രഷർ ഇല്ലായിരുന്നു. എനിക്കുള്ള പ്രഷർ ഞാൻ തന്നെ വരുത്തിയ പ്രഷറായിരുന്നു. പിന്നെ ആ കോഴ്സിന്റെ 2 കോഴ്സ് ഒന്നിച്ചു, അതിന്റെ വേറെ ഒരു പ്രഷറാണ്. someone who's repeating, they won't have that thing that you're അങ്ങനെയായിരുന്നു. പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഐ യൂസ് ടു പ്രേ, ഐ യൂസ് ടു ടേക്ക് എ ബ്രേക്ക്. ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ടയേർഡ് ആകുമ്പോൾ ഐ യൂസ് ടു ടേക്ക് എ ബ്രേക്ക്. ഐ യൂസ് ലൈക്ക് പോണെങ്കിൽ പോട്ടെ, എന്തായാലും ഈ സ്റ്റേറ്റിൽ പഠിക്കാൻ പറ്റില്ല, ഒരു ബ്രേക്ക് എടുക്കും. പിന്നെ ഞാൻ അങ്ങനെ ടോപ്പേഴ്സിന്റെ വീഡിയോസ് ഒന്നും കാണൂലായിരുന്നു. I used to stay away from all that because I know your timetable you should decide. You should never follow what others are doing. That's why I never used to watch toppers videos because I didn't want to get influenced by that. Because ഇപ്പൊ ചിലവർക്ക് രാത്രി പഠിക്കുക, ചിലവർക്ക് ഡേ ടൈം പഠിക്കുക. I can't tell you to get up early in the morning and study just because I can do it. So എനിക്ക് രാത്രി കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. ചിലവർക്ക് കോൺസ്റ്റന്റ്ലി 2 hours ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാം, പിന്നെ 2 hours ബ്രേക്ക്. ചിലവർക്ക് ഗ്യാപ്പ് ആയിട്ട്. സോ യു ഷുഡ് ചൂസ്. യു നോ യുവർ ബോഡി, യു നോ യുവർ സ്ലീപ്പ് സൈക്കിൾ, യുവർ ഫുഡ് ഹാബിറ്റ്. അപ്പം അതനുസരിച്ച് യു പ്രോഗ്രാം. വൺ തിങ്, യു നോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ്, യു വിൽ ഡു യുവർ ബെസ്റ്റ്. ഉറക്കം വന്നാൽ ഉറങ്ങണം, ലേസി ആയിട്ട് ഉറങ്ങണ വേറെ കാര്യം, ബട്ട് ടയേർഡായിട്ട്. പിന്നെ അങ്ങനെ ഐ യൂസ് ടു സ്ലീപ് 1 hour at noon. രാത്രി കിട്ടുന്ന ടൈം ഉറങ്ങുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പുറത്തും പോവായിരുന്നു. ഐ യൂസ് ടു ഗോ വിത്ത് മൈ ഫ്രണ്ട്സ്, ബട്ട് ദെൻ ദേ ഡിഡ്ന്റ് നോ വാട്ട് ഐ വാസ് ഡൂയിങ് ആഫ്റ്റർ കമ്മിങ് ഹോം. അങ്ങനെ ഒരു ദിവസമൊക്കെ ഞാൻ ഫുൾ പുറത്തു പോയിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ രാത്രി ഇത്തിരി ഗിൽറ്റ് അടിക്കും. ബട്ട് ദെൻ ഐ ലൈക്ക് വൺസ് ഇൻ എ വൈൽ, റൈറ്റ്? എല്ലാം ഒരു ബാലൻസ് ആയിട്ട് വേണം. ഈ ടോപ്പേഴ്സിന്റെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു പോയിന്റും കൂടി, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് കുറച്ച് പോയിന്റ്സും കൂടി ആഡ് ചെയ്യാനുള്ള വെച്ചാൽ, ഇവള് പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ബ്ലൈൻഡ്ലി അതാണ് ഞാൻ ഫോളോ ചെയ്യും, ഈ ടോപ്പർ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും ഇങ്ങനെ, അതായത് ഈ ടോപ്പർ നൈറ്റിൽ ഇത്ര പഠിച്ചുകൊണ്ട് ഞാൻ ഇത്ര പഠിക്കും, അങ്ങനെയല്ല. നിങ്ങൾ ടോപ്പേഴ്സിന്റെ വീഡിയോ കണ്ടോ, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ ആ ടോപ്പർ ഒരു 10 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു 3-4 പോയിന്റ്സ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുക. അപ്പൊ അത് എടുത്തിട്ട്, അല്ലാതെ ഈ ടോപ്പർ 8 മണിക്കൂർ ഇറങ്ങിയിരുന്നു, ഈ ടോപ്പർ 4 മണിക്കൂർ, അതുകൊണ്ട് ഞാൻ അങ്ങനല്ല. നിങ്ങൾക്ക് സ്യൂട്ട് ആവണം, അതിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ എന്താണ് ടെസ്റ്റ് സീരീസിന്റെ സം ടോപ്പേഴ്സ് ദാറ്റ്, റൈറ്റ്? നോട്ട് എക്സാക്ട്ലി ലൈക്ക് ഈ ബ്രില്യന്റിന്റെ വീഡിയോസ് വരുമല്ലോ, മോട്ടിവേഷന്റെ ടെസ്റ്റ് സീരീസിന്റെ ഒക്കെ. അങ്ങനെ ലൈക്ക് ഐ സെഡ്, ഫിസിക്സ് വാലയുടെ ഐ യൂസ് ടു ബി ഇൻ ടു ഇറ്റ്. ഞാൻ ഫിസിക്സ് വാല പ്രീവിയസ് ചെയ്ത. അപ്പൊ ഐ റിമെമ്പർ അതിലെന്തോ വീഡിയോയില് ഈ സാർ പിന്നെയും പറയുമായിരുന്നു, യു ഹാവ് ടു പ്രാക്ടീസ് ടെസ്റ്റ് സീരീസ്. അന്നേരം ഞാനത് ഇമ്പോർട്ടൻസ് കൊടുക്കില്ലായിരുന്നു മുമ്പ്, ഫസ്റ്റ് നീറ്റിന്. പിന്നെ when I was in that situation, when I was writing, and I realized the importance of that. So അങ്ങനത്തെ suggestions if someone gives, take it. Like you have to do test series. I know I never used to like to give tests.
no one does, but that is most important. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഈ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും കോളേജ് ഉണ്ടായിരുന്നു ഡ്രീമിൽ, അതായത് എയിംസ് ഡൽഹി കിട്ടണം, ജിപ്മർ കിട്ടണം, അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും കോളേജ് മതി, അങ്ങനെ എന്തായാലും ഒരു ഡ്രീം കോളേജ് ഉണ്ടായിരുന്നു? എനിക്കൊരു സീറ്റ് കിട്ടണമെന്ന് വലിയ കാര്യമായിരുന്നു. എനിക്ക് അങ്ങനെ ഡ്രീം കോളേജ് ഇല്ലായിരുന്നു. ഫോർ മീ ഗെറ്റിംഗ് എ മെഡിക്കൽ സീറ്റ് ഇറ്റ് സെൽഫ് വാസ് ഐ കൺസിഡർഡ് എ ബ്ലെസ്സിങ്. പറഞ്ഞോട്ട് എനിക്ക് അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ എൻ്റെ അമ്മ എനിക്ക് കാണിക്കുമായിരുന്നു ലൈക്ക് ഈ വീഡിയോസ് കോളേജസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ മാറ്റിക്കളയുമായിരുന്നു. ഐ യൂസ് ടു ബി ലൈക്ക് ഇത് എന്നെ കാണിച്ചിട്ട് എന്ത് കിട്ടാനാണ്. എയിംസ് ഡൽഹിയുടെ വീഡിയോ കാണിക്കുമായിരുന്നു. മതലബ് മൈ മോം യൂസ് ടു സേ ദാറ്റ് 2020 ഗൗരി ശങ്കറിന് കിട്ടിയില്ല റാങ്ക്. അന്നേരം എനിക്കറിയില്ലായിരുന്നു ഗൗരി ശങ്കർ. അപ്പൊ ആദ്യം കേട്ടപ്പോ ഐ തോട്ട് ഇറ്റ് വാസ് എ ഗേൾ ഗൗരി. അപ്പൊ അമ്മ പറയുന്നത് ഗൗരി ശങ്കറിന് എയിംസിൽ കിട്ടി. ഐ വാസ് ലൈക്ക് ഞാൻ അറിഞ്ഞിട്ട് എന്തിനാ, എന്തായാലും ഇതൊക്കെ നമ്മളുടെ നോ ഇറ്റ്സ് ലൈക്ക് ഓൾ ഇന്ത്യ, നോ വേ, ലീവ് ഇറ്റ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ ഞാൻ പറയാം. ഞാൻ തട്ടിക്കളയായിരുന്നു. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് വൈ ഷുഡ് ഐ സീ സംതിങ് ആൻഡ് ദെൻ ബി ലൈക്ക് ഓക്കെ ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് എനിവേ. അങ്ങനെയായിരുന്നു. അതിന്റെ റിസൾട്ട് വന്ന കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ എക്സ്പെക്ടേഷൻസ് കൂടിയത്. എനിക്ക് എക്സാക്ട്ലി അറിയില്ലായിരുന്നു ഏതൊക്കെ കോളേജ് ഉണ്ട്, ഏതാ ബെസ്റ്റ്. ഐ ഹാഡ് നോ ക്ലൂ. ഇപ്പൊ ഞാൻ തന്നെ ഈ കയറി വന്ന വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ആദ്യം നീറ്റിന്റെ സിലബസ് എന്താന്ന് അറിഞ്ഞ്, പിന്നെ അതിന് പ്രിപ്പയർ, ആദ്യം നീറ്റ് എന്താന്ന് അറിഞ്ഞ്, പിന്നെ അതിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഐ എം ട്രൈങ് ടു സീ വാട്ട് ആർ ദ കോളേജസ് ദാറ്റ് ഇസ് ദയർ, ഹൗ ഡസ് ദിസ് വർക്ക്, അലോട്ട്മെന്റ്, ഓൾ ഇന്ത്യ, ഇതൊക്കെ എങ്ങനെയാണ് നടക്കണം, പിന്നെ ഇതിലും ബെസ്റ്റ് കോളേജസ് ഉണ്ടാ, പ്രൈവറ്റ്, ഇങ്ങനൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണം. ഓക്കെ, സോ അങ്ങനെ ഒരു കോളേജും അങ്ങനെ ഡ്രീമൊന്നും ഇല്ലാതെ എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് എയിംസ് ഡൽഹി. അപ്പൊ ഇവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ ഈ കോളേജിനെ കുറിച്ച്. അതും ഇപ്പൊ ഉള്ള റിയാലിറ്റിയും എങ്ങനെയാണ്, അതായത് എങ്ങനെയുണ്ട്, ചുരുക്കി പറഞ്ഞാല് എങ്ങനെയുണ്ട് എന്റെ ഇപ്പോഴത്തെ കോളേജ് എക്സ്പീരിയൻസ് ഇവിടെ എത്തിയ ശേഷമുള്ള? ഞാൻ ആക്ച്വലി എനിക്ക് എയിംസിൽ കിട്ടണമെന്നുണ്ടായിരുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്. പക്ഷെ റാങ്ക് അറിയില്ലായിരുന്നു. സോ ഈതർ ജിപ്മർ ഓർ എയിംസ് എന്നായിരുന്നു. ആദ്യം എനിക്ക് എയിംസിൽ തന്നെ വേണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റിസൾട്ട് മാർക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ എക്സ്പെക്ടേഷൻസ് ഹൈ ആയത്. പക്ഷെ പിന്നെ റാങ്ക് കാരണം ഏകദേശം ബോർഡർ ലൈൻ ആയിരുന്നു. വി ഫെൽറ്റ് സോ വി ഡിഡ്ന്റ് നോ എക്സാക്ട്ലി ഹൗ മെനി സീറ്റ്സ് ആർ ദയർ. സോ വി തോട്ട് ദാറ്റ് വി വോണ്ട് ഗെറ്റ് ഇൻ എയിംസ്. പിന്നെ ഐ വാസ് റിയലി സാഡ്, എയിംസിൽ കിട്ടില്ല. അപ്പൊ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ജിപ്മർ ആയിരുന്നു. പിന്നെ ആ ഒരു ഗ്യാപ്പില് റിസൾട്ട് വന്ന ടൈമും അലോട്ട്മെന്റ് തുടങ്ങുന്ന ടൈമിൽ ഐ ഹാഡ് മെയ്ഡ് അപ്പ് മൈ മൈൻഡ് ദാറ്റ് ഐ വിൽ ഗോ ടു ജിപ്മർ. ലൈക്ക് ഞാൻ 100% ജിപ്മർ. പിന്നെ പെട്ടെന്നാണ് ബ്രില്യൻസ് പറയണത് നിന്റെ റാങ്ക് വെച്ച് എയിംസ് ഡൽഹിയിൽ കിട്ടാനായിട്ടാണ് മോർ ചാൻസ്. പിന്നെ ഞാൻ കുറെ നോക്കി. ഈ ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിൽ ഞാൻ കുറെ ആലോചിച്ച് എയിംസ് കൊടുക്കണ ജിപ്മർ കൊടുക്കണ. പിന്നെ ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ച് ജിപ്മർ കൊടുത്താലോ, ഇല്ലല്ലോ എയിംസ് തന്നെ കൊടുക്കണം. പിന്നെ ലാംഗ്വേജ് ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ജിപ്മറിൽ പോകുമ്പോൾ ഐ ഹാഡ് ടു ലേൺ തമിഴ്, ബട്ട് ഐ ഓൾറെഡി ന്യൂ ഹിന്ദി, കാരണം ചെറുപ്പം മുതൽ സീരിയലൊക്കെ കണ്ട് വളരണമായിരുന്നു. പിന്നെ എനിക്കങ്ങനെ റീസൺ ഇല്ലായിരുന്നു ടു നോട്ട് ടേക്ക് എയിംസ് എക്സെപ്റ്റ് ഫോർ ദ ഫാക്ട് ദാറ്റ് ഐ വാസ് സേയിങ് ദാറ്റ് ഓക്കെ റിയാലിറ്റി ആക്ച്വലി ഹാപ്പൻ, ഐ എം ഗോയിങ് സോ ഫാർ ഫ്രം ഹോം. അതൊക്കെ പിന്നെ ഒരു കൺസിഡറബിൾ പീരിയഡ് ഐ വിൽ ബി സ്പെൻഡിങ് ഇൻ ഡൽഹി. അത് എനിക്ക് ഐ വാസ് വെരി കൺഫ്യൂസ്ഡ്. വേണം, എനിക്ക് നാട്ടിൽ തന്നെ അങ്ങനെ ഇരുന്ന്. എയിംസിൽ വന്നപ്പോൾ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ ഓർത്തില്ലായിരുന്നു എങ്ങനെ ഇരിക്കുന്നു മെഡിക്കൽ കോളേജസ്. ഐ ഡിഡ് നോട്ട് റിയലി തിങ്ക് മച്ച്. ഐ ഡിഡ്ന്റ് ഡു മൈ റീസെർച്ച്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ഓൾ സബ്ജക്ട്സ് വെർ ദെയർ ഓർ എനിത്തിങ്. ലൈക്ക് ഐ സെഡ്, ഞാൻ ചെറുപ്പം മുതൽ ഇതൊന്നും റീസെർച്ച് ചെയ്ത് വെച്ചില്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾ വെരി സഡൻ. എനിക്ക് അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഇല്ലായിരുന്നു. ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഇറ്റ്സ് ദ ബെസ്റ്റ് കോളേജ്. സോ അത്രക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും, ഈസി ആയിരിക്കും, റിസോഴ്സസ്. ഇനി ഞാൻ സ്പെസിഫിക്കലി ചോദിക്കാം, ഫസ്റ്റ് ഞാൻ ഇവിടുത്തെ ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ? എയിംസത്തെ ഹോസ്റ്റൽ, അത് എല്ലാവരും ഇപ്പൊ കാണാം ഹോസ്റ്റൽ ഇവിടുത്തെ ഭയങ്കര സിംഗിൾ റൂം ആണ്, അവിടെ AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് എയിംസത്തെ? ഫ്രിഡ്ജിൽ എനിക്ക് പക്ഷെ കുഴപ്പമില്ല. ഹോസ്റ്റൽ ലൈഫ് ആദ്യം 3 people in a room ആയിരുന്നു. അതിപ്പോ മാറി. ലാസ്റ്റ് മന്ത് എനിക്ക് സിംഗിൾ റൂം കിട്ടിയത്. സിംഗിൾ റൂമാ നല്ലത്, കാരണം പ്രൈവസി, യു ക്യാൻ കം സ്ലീപ്പ് എനി ടൈം, ഗെറ്റ് അപ്പ് എനി ടൈം, you can switch on the light anytime, do whatever you want. So ipa single room fine. ഇനി ഇവിടുത്തെ എക്സ്ട്രാ കരിക്കുലേഴ്സ് എങ്ങനെയാണ്? ഇവിടെ കുറെ എക്സ്ട്രാ കരിക്കുലേഴ്സ് ഉണ്ട്, ഐ നോ ദാറ്റ്. ബട്ട്
ഞാൻ സ്കൂളിൽ ചെയ്തിരുന്ന കൂട്ട് ഐ ഹവ് നോട്ട് സ്റ്റാർട്ടഡ് ഗോയിങ് ഫോർ എനിത്തിങ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ആ ഒരു ലാഗ് വന്നു പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഐ ഫീൽ ലൈക്ക് ഇനി ഞാൻ ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും ഈ സ്പീക്കിംഗ് ഇവന്റ്സിന് പോണത്. പണ്ട് ഞാൻ പോവായിരുന്നു, പക്ഷെ ഇപ്പൊ കുറെ ഗ്യാപ്പ് വന്ന കാരണം മേ ബി ഐ റീസ്റ്റാർട്ടഡ്, ഐ എം നോട്ട് ഷുവർ. ഇപ്പൊ ടൈം ഉണ്ടെങ്കിൽ നോക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പലരും പറയും അക്കാഡമിക്സ്, അതായത് ഭയങ്കര MBBS ഭയങ്കര ഹെക്ടിക് ആണ്, വേറെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എന്താണ് പറയുന്നത്? ഞാന് അക്കാഡമിക്സിനെ പറ്റി ഞാനൊന്നും ഓർക്കാതെ വന്ന, ഞാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തില്ലായിരുന്നു. വിച്ച് നൗ സ്ലോലി ഐ എം നോയിങ് ഹൗ ടു ആക്ച്വലി സ്റ്റഡി. ആദ്യമൊക്കെ പറയും കുറെ പഠിക്കാനുണ്ട്, ഇറ്റ്സ് ലൈക്ക് കുറെ ഉണ്ട് പഠിക്കാൻ, പക്ഷെ അതിൽ യു നീഡ് ടു നോ വാട്ട് ടു സ്റ്റഡി. കാരണം എല്ലാം പഠിക്കുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നെ സീനിയേഴ്സ് പറയും ഇത് പഠിക്കണം അത് പഠിക്കണം. പിന്നെ ഐ തിങ്ക് കുറെ പേരങ്ങനെ ലൈക്ക് പാസ് ആവാനൊക്കെ ലൈക്ക് ദിൽ ട്രൈ ടു മേക്ക് യു പാസ്. അങ്ങനെ ഇങ്ങനെ തോപ്പിച്ച് വെക്കൊന്നുമില്ല. പിന്നെ പഠിത്തത്തിന്റെ കാര്യത്തിൽ എൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കണം എന്നല്ല, ഐ എം നോട്ട് എ നേർഡ് അഗൈൻ. നീറ്റിന് കിട്ടിയത് യുനോ ഐ ഹാഡ് ടു. ഇവിടെ വന്നപ്പോ കുറച്ചൊക്കെ ഉറപ്പി, കുറെയൊക്കെ ഉറപ്പി. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കോളേജ് ലൈഫിന്റെ ആ ഒരു vibe. ഇനി ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കാനുള്ളത് വെച്ചാല്, ഇപ്പോ ഒരാള് നീറ്റിന് കുറെ പ്രിപ്പയർ ചെയ്തു, എന്നിട്ട് അവസാനം കിട്ടാതെ പോയി. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എങ്ങനെയാന്ന് വെച്ചാല്, അവന് എയിംസ് ഡൽഹി അല്ലെങ്കിൽ ജിപ്മർ അങ്ങനത്തെ ടോപ്പ് നോച്ച് കോളേജസ് ഒക്കെ എയിം ചെയ്ത് പഠിച്ചു, ബട്ട് ഏതെങ്കിലും സാധാ കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടി. അങ്ങനത്തെവരോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? Okay, so there'll be many people with different, what do you say, different merits, or who have different. Okay, I'll say there are some people who get in the best medical colleges, who get in any medical colleges, same. And then there are people who want to try again, who don't get in any college. So the ones who get into a really good college or get into a medical college, congrats, that's a very big deal. അവിടെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ബട്ട് യു മേഡ് ഇറ്റ് പാസ്റ്റ് നീറ്റ്, സോ യു ക്യാൻ ഡു ഇറ്റ്. That's not an issue. Medicine is, you're saving people's lives, it's a big deal. It's good. Now, for those who don't get into medicine, it's fine because there have been moments where I have regretted taking this too at times. But then there are moments, I feel like, okay, I'm glad I got into this. So my point is, NEET isn't everything again. I always want to tell people that, again, if you're trying again, if you really want it, you can go for it. You can write NEET at any age. Age is not an issue. But to those people who are writing NEET just because you think that, doctor is a big deal, or pressure, your friends did this, or your parents want you to become a doctor, then not necessary. Because like I said, I have felt like, yes, I got for NEET, yes, I'm in this college. At the same time, I've been like, എടുക്കണ്ടായിരുന്നു, ഞാൻ എന്തോർത്ത മഹാരാജാസ് വിട്ടത്, എന്തോർത്ത വന്ന, അങ്ങനെ കുറെ മൂമെന്റ്സ് ഉണ്ട്. And you will have it. Regrets ഉണ്ടാവും, you'll also feel good. Right now at the moment, I am fine with what I have. I am happy that I did what I did, and I hope that whatever I've told, my story will be helpful to others. So if you got, and it's fine whichever college you get, because PG PG is also there after this, so it won't matter. Adil entrance under. So those who got it, good. You're going to get a new experience. Away from home, I know it's difficult, because for me it was very difficult away from home. I mean, of course I would choose home mostly because home is comfortable and stuff, but yeah, living away is an experience. You learn more. If you get for NEET, it's a very good thing. If you don't get, again, it's a very good thing. You'll do something else. You might be, what, you can do something you actually like. You can get famous in other ways or whatever. Point is, every profession equal. Whatever you do, make sure you're happy, and every achievement is great. It's different. That's it. And for all those who are going to study again and attempt the next NEET, even if it is, if you're a repeat, or if you're in 12th grade too, then all the best for that. And even if you're taking a partial drop, then don't give up, because it is clearly possible. It's not like it's impossible, it's possible. And if you don't get for it also, there's something better waiting. So thank you.
സോ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾ നല്ല ഇൻസ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനും ഈ സ്റ്റോറി ഇട്ടിട്ട് തന്നെ ഇവളെ ഇങ്ങനെ ഈ ഡിസിപ്ലിനും ഇവളെ കൺസിസ്റ്റൻസി കേട്ടിട്ട് ഞാനും കുറച്ച് മോട്ടിവേറ്റ് ആയിരിക്കാണ്. സോ ഇനി നിങ്ങൾക്ക് ഇവളായിട്ട് ഏതെങ്കിലും ഇനി വേറെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പേഴ്സിനെ വേണമെങ്കിൽ ഇനി ഞാൻ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.